വടക്കൻ മെക്സിക്കോയിലെ കൂഹുവില സംസ്ഥാനത്തുള്ള കത്തോലിക്ക ചാപ്പലിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുകയും വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്തു. അഗാധമായ ദുഃഖത്തോടെയും ഞെട്ടലോടെയുമാണ് പ്രാദേശിക സഭാ നേതൃത്വം ഈ വിവരം പുറത്തുവിട്ടത്. അവർ ലേഡി ഓഫ് സോറോസ് ചാപ്പലിന്റെ ചുമതലയുള്ള ഇടവക വികാരി ഫാദർ ഫെർണാണ്ടോ ഗുരോ ഗോമസ് ആണ് ജൂൺ 13 പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ഈ അക്രമ സംഭവം പുറംലോകത്തെ അറിയിച്ചത്. അക്രമികളുടെ ഈ പ്രവൃത്തി പ്രദേശത്തെ വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങളെയും വിശ്വാസത്തെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. സാൾട്ടല്ലോ രൂപതയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അവസാനത്തേതാണിത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ പ്രദേശത്ത് പള്ളികൾക്ക് നേരെ വ്യാപകമായ അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുൻപ് 3 വർഷത്തിനിടെ രൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ 13 മോഷണങ്ങളും അതിക്രമങ്ങളും നടന്നതായി സാൾട്ടല്ലോ ബിഷപ്പ് മോൺസിഞ്ഞോർ ഹിലേരിയോ ഗോൺസാലസ് ഗാർസിയ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 4ാമത്തെ വലിയ സംഭവമാണിത്. അക്രമം നടത്തിയവർക്ക് മാനസാന്തരമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ഫാദർ ഫെർണാണ്ടോ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. കുറ്റവാളികൾ ചെയ്ത ഗുരുതരമായ പാപത്തെ ഓർത്ത് അവർക്ക് പശ്ചാത്താപവും ദൈവവുമായുള്ള അനുരഞ്ജനവും ഉണ്ടാകാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അനാദരവിന് പരിഹാരമായി ചാപ്പലിന് പുറത്ത് പ്രത്യേക ജപമാല പ്രാർത്ഥനകൾ നടത്താൻ ഇടവക സമൂഹം തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ ചാപ്പലിൽ പ്രാർത്ഥനകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും നടക്കും. തീക്ഷ്ണമായ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പരിഹാര കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ വിശ്വാസികളോട് സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്.